പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായ മണിക്കൂറുകളാണ് കടന്നുപോയത്. ഇപ്പോൾ പിരിമുറുക്കത്തിന് നേരിയ അയവ് വന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഇസ്രയേലും ഇറാനും തങ്ങൾ വെടിനിർത്തലിലേക്ക് പോയിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്ന സമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് തങ്ങളെ ഈ വെടിനിർത്തലിലേക്ക് എത്തിച്ചത് എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഞായറാഴ്ച രാത്രി, ഇന്നലെ രാത്രിയോടെയാണ് ഈ ആക്രമണം ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇറാൻ പറയുന്നത് ഇത് പ്രത്യാക്രമണമാണ് എന്നാണ്. ഇസ്രായേൽ പറയുന്നു ഇസ്രായേലിനെയാണ് ഇറാൻ ആദ്യം അങ്ങോട്ട് ആക്രമിച്ചത് എന്നാണ്. അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട്, പ്രത്യേകിച്ചും ദക്ഷിണ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് അതിശക്തമായ ആക്രമണമാണ് ഇന്നലെയും ഒക്കെയായി ഇസ്രായേൽ നടത്തി വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചത് എന്ന നിലയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ഈ ഓപ്പറേഷന് അവർ നൽകിയിരുന്ന പേര് ഓപ്പറേഷൻ നാസർ എന്നായിരുന്നു. അതിനൊരു കോഡ് നെയിം കൂടി അവർ നൽകിയിരുന്നു. യാ ഹൈദർ കരാർ എന്ന കോഡ് നെയിമിൽ അറിയപ്പെട്ട ഈ ഓപ്പറേഷൻ, അതിൽ 2 വേവുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇസ്രായേലിന് നേരെ 2 ആക്രമണ തിരമാലകളെങ്കിലും തൊടുത്തു എന്നാണ് IRGC ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ജൂണിലെ 12 ഡേ വാർ എന്നറിയപ്പെടുന്ന 12 ദിവസത്തെ യുദ്ധം, ആ യുദ്ധത്തിലെ രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുന്നു. ആ രക്തസാക്ഷികൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ് യാ ഹൈദർ കരാർ എന്ന ഈ കോഡ് നെയിം ഇറാൻ ഈ ആക്രമണത്തിന്റെ ഒരു കോഡ് നെയിമായിട്ട് നൽകിയിരുന്നത്. ഏതായാലും ഇപ്പോൾ സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പൊതുവെ എത്തുന്നു. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ വല്ലാത്തൊരു ഭീതിയും അതുപോലെ പിരിമുറുക്കവും ഒക്കെ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അത്തരം മണിക്കൂറുകളായിരുന്നു കടന്നുപോയത് എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേഷൻ നാസറിന്റെ, ഇപ്പൊ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ഒരു പ്രത്യേകതയായി തോന്നുന്നത്, ഒരു രാജ്യം മൊത്തത്തിൽ ഈ ഒരു ആക്രമണത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. പല ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് മിസൈലുകൾ തൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ, ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുക്കുമ്പോൾ വലിയ ആഹ്ലാദ പ്രകടനമാണ് ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിലെ തെരുവുകളിൽ നടക്കുന്നത്. ആ ആഹ്ലാദാരവങ്ങളുടെ അല്ലെങ്കിൽ ആഘോഷ പ്രകടനങ്ങളുടെ അകമ്പടിയോടെയാണ് ഓരോ മിസൈലുകളും ഓരോ ആക്രമണ തിരമാലകളും ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയത് എന്നതും ശ്രദ്ധേയമാകുന്നു. അതേസമയം ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നെവാറ്റിയം, ടെൽനോഫ്, ഈ 2 വ്യോമതാവളങ്ങളെ ഇറാൻ തങ്ങളുടെ ആക്രമണത്തിൽ ഈ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു എന്ന് പറയുന്നു. നെവാറ്റിമും അതുപോലെ ടെൽനോഫും. ഇതിനോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്നത് ഈ ആക്രമണ മുഖത്തേക്ക് ഹൂത്തികൾ കൂടി നേരിട്ടിറങ്ങി എന്നുള്ളതാണ്. ഹൂത്തികൾ നേരിട്ട് ഇസ്രായേലിലേക്ക്, ടെൽ അവീവിലേക്ക് നേരിട്ട് മിസൈലുകൾ പായിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതായത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായി നിന്ന, വല്ലാതെ ഉദ്വേഗം മുറ്റുനിന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ. അങ്ങനെയുള്ള മണിക്കൂറുകളാണ് കടന്നു പോയത്. എന്നാൽ ഇറാൻ പറയുന്നത് ഇറാന്റെ 3 റഡാർ സൈറ്റുകളിലേക്ക് ഇസ്രായേൽ പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയെന്നൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിന്റെയൊക്കെ പ്രത്യാക്രമണമായിട്ടാണ് ഇറാൻ തങ്ങളുടെ പ്രതികാര തിരമാലകൾ തുടങ്ങിയത് എന്ന നിലയിലേക്ക്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, പെട്രോ കെമിക്കൽ മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിന്റെ പകരമായി ഹൈഫയിലെ ഇസ്രായേലിന്റെ പെട്രോ കെമിക്കൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, തങ്ങളുടെ ഇന്ധന കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ മേഖലയിലുള്ള മറ്റ് ഇന്ധന കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കേണ്ടി വരും, എല്ലാ അമേരിക്കൻ താവളങ്ങളും തങ്ങൾക്ക് ആക്രമിക്കേണ്ടി വരുമെന്നൊക്കെയുള്ള നിലയിലുള്ള മുന്നറിയിപ്പുകളും IRGC നൽകുന്നു. അതുപോലെ ഇറാൻ സൈന്യത്തിന്റെ, അതായത് അവരുടെ ആംഡ് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഖത്തം അൽ അൻബിയ പറയുന്നത്, ലബനനിലേക്കുള്ള ആക്രമണം അടിയന്തരമായി നിർത്തിയില്ലെങ്കിൽ
ഇസ്രയേലിലേക്ക് വീണ്ടും അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ്. അതായത് ലബനനിലേക്കുള്ള ആക്രമണം നിർത്തുന്നത് വരെ ഏത് നിമിഷവും ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലാണ് ഖത്തമൽ അൻബിയുടെ പ്രതികരണം വരുന്നത്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ടെലിഫോൺ സംസാരിച്ചു. ഈ മേഖലയിലെ സാഹചര്യങ്ങൾ, പുതിയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി എന്നുള്ള വാർത്തയുണ്ട്. തുർക്കി, ഫ്രാൻസ്, UK, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ തന്റെ കൗണ്ടർ പാർട്ടുമായി, തന്റെ അവിടെ ഒക്കെ ഉള്ള വിദേശകാര്യ മന്ത്രിമാരുമായും അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളുമായും അബ്ബാസ് അറാഖ്ചി ചർച്ച നടത്തി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. അപ്പൊ ഏതായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ വെടിനിർത്തൽ, താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ അതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണെന്ന് പറയുമ്പോഴും അത് ഏത് നിമിഷവും നമുക്ക് എവിടെ നിന്നാണ് പ്രകോപനം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും പറയാൻ പറ്റില്ല. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടി വരുന്നൊരു കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ നയം മാറ്റമാണ്. എന്തുകൊണ്ട് ട്രംപിന് ഇങ്ങനെയൊരു നയം മാറ്റം ഉണ്ടായി എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ട്രംപ് 3 മാസം മുൻപ്, ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 100 ദിവസം പിന്നിട്ടല്ലോ, 3 മാസം മുൻപ് മാർച്ച് മാസത്തിലെ ട്രംപിന്റെ പ്രസ്താവനകളൊക്കെ എടുത്തു നോക്കിയിട്ട് അതും ഇപ്പോഴത്തെ പ്രസ്താവനകളും കൂടി നോക്കുമ്പോൾ വല്ലാതെ കോൺട്രാഡിക്ടറി ആണ് എന്ന് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അന്ന് ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഇറാന്റെ പുതിയ ആത്മീയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് അമേരിക്കയായിരിക്കും, തങ്ങളായിരിക്കും. ഇറാൻ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ സ്വന്തം താല്പര്യമോ തീരുമാനമോ പ്രകാരം ഏതെങ്കിലും നേതാവിനെ തെരഞ്ഞെടുത്താൽ തങ്ങൾ അംഗീകരിക്കില്ല. ചിലപ്പോൾ ആ നേതാവിനും ആയത്തുള്ള അലി ഖാംനെയുടെ വിധി തന്നെയാകും ഉണ്ടാവുക എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ഈ 3 മാസങ്ങൾക്ക് ഇപ്പുറം ട്രംപ് പറയുന്നത് മൊസബ ഖാംനിയെ കാണാൻ താനിതാ വല്ലാതെ ഇങ്ങനെ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നു എന്നാണ്. അതുപോലെ നെതന്യാഹുവിനെ അറഞ്ചം പുറഞ്ചം തെറിവിളിക്കുന്ന ട്രംപിനെ നമ്മൾ കാണുന്നു. ഈ കഴിഞ്ഞ ഇറാനെതിരെ ആക്രമണം നടന്ന സമയത്തും ഇസ്രയേലിന് അല്ലെങ്കിൽ നെതന്യാഹുവിന് കടുത്ത ഭാഷയിലാണ് നെതന്യാഹുവിനെ ട്രംപ് വിമർശിച്ചത്. ഇറാനുമായുള്ള ഒരു ധാരണ ഏതാണ്ട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ വെടിനിർത്തലിന് തുരങ്കം വയ്ക്കാൻ അല്ലെങ്കിൽ കരാറിന് തുരങ്കം വയ്ക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം, കിറുക്കൻ വിളി അല്ലെങ്കിൽ ഭ്രാന്തൻ വിളി ഒക്കെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുപോലെ ഇപ്പോ മറ്റൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ. അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ ഏതായാലും ഒരു ഡീലിലേക്ക് പോവുകയാണ്, ഒരു കരാറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു കരാറിലേക്ക് പോകുമ്പോൾ അത് അംഗീകരിക്കാനല്ലാതെ നെതന്യാഹുവിന് മറ്റു മാർഗമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നെതന്യാഹു അല്ല, താനാണ് എന്നൊക്കെ ട്രംപ് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ 3 മാസം മുമ്പ് ട്രംപ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ട്രംപ് ഈ 3 മാസങ്ങൾക്കിടെ, ഈ 100 ദിവസത്തിനിടെ വിഴുങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കരുതാൻ കഴിയേണ്ടി വരുന്ന ഒരു കാര്യം, ഏതാണ്ട് ഇസ്രയേല് അവിടെ ആ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തിന് മുൻപ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇനി ചില മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നെതന്യാഹു ഏതായാലും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ട്രംപിന് അറിയാം. അപ്പൊ നെതന്യാഹു ഏതെങ്കിലും തരത്തിൽ തനിക്കുണ്ടായ പിഴവും കൂടി നെതന്യാഹുവിന്റെ തലയിലേക്ക് വെക്കുക എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പയറ്റുന്ന ഒരു തന്ത്രമെന്ന് കരുതുന്നവരുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ കരുതേണ്ടി വരും. ഏതായാലും നെതന്യാഹു അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇനി പുതിയ സർക്കാരിന്റെ ഭാഗമായ പാർട്ടികൾക്ക് ചിലപ്പോൾ ഇറാനെ ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ ഗസയിലേക്ക് ആക്രമണം നടത്തണമെന്നോ ഹമാസുമായി ഏറ്റുമുട്ടണമെന്നോ ലബനനിലേക്ക് ആക്രമണം നടത്തണമെന്നോ ഒന്നും ചിലപ്പോൾ താല്പര്യമുണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നെതന്യാഹുവിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്നുള്ള കാര്യം മുൻകൂട്ടി ബോധ്യപ്പെട്ടുകൊണ്ട് ട്രംപ് നയം മാറ്റി കളിക്കുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇനി അധികാരം കൂടി നഷ്ടപ്പെടുന്നതോടെ പിന്നെ കേസും കോടതിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവുക മാത്രമാണ് വഴി. ഏത് നിലയ്ക്കും ആ കേസ് പിൻവലിപ്പിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള പല തന്ത്രങ്ങളും നെതന്യാഹു പയറ്റുകയും ട്രംപിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവിടുത്തെ കോടതികൾ അതിശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. കോടതികളും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ നെതന്യാഹു വിചാരണ നേരിടുകയും അതീവ ഗൗരവതരമായ കേസുകളിൽ നെതന്യാഹു ശിക്ഷ അനുഭവിക്കുകയും വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ നെതന്യാഹുവിന്റെ കാര്യം ഏതാണ്ട് ആ ഒരു നിലയിലെത്തി എന്നുള്ള തിരിച്ചറിവാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ മനംമാറ്റത്തിനും അതുപോലെ നയം മാറ്റത്തിനും ഒക്കെ കാരണം എന്നും നമുക്ക് കരുതാം. ഏതായാലും ഇസ്രയേലും ഇറാനും ഒക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനകൾ കാണിച്ചു തുടങ്ങുന്നു. കാരണം ഇസ്രയേലിലാകട്ടെ ഇറാനിലാകട്ടെ പൊതുവെ ഇറാൻ വ്യോമപാത പൂർണ്ണമായും അടച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രയേൽ സ്കൂളുകൾക്കൊക്കെ അവധി നൽകിയൊരു സാഹചര്യം. മൊത്തത്തിൽ ഒരു വല്ലാത്ത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ആ അന്തരീക്ഷത്തിന് അയവ് വന്നിരിക്കുന്നു. അതിൽ അതിശക്തമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് കൃത്യമായി ഡൊണാൾഡ് ട്രംപ്
ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നയംമാറ്റത്തിൽ വല്ലാത്ത വൈചിത്ര്യം ലോകത്തിന് തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ വരും മണിക്കൂറുകളിൽ എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വല്ലാതെ ഉത്കണ്ഠയോടെയും നെഞ്ചിടിപ്പോടെയും കാത്തിരിക്കുകയാണ് ലോകം. കൂടുതൽ അപ്ഡേറ്റുകളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം.